ഒരു പുതിയ വാക്ക് കേട്ടു. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം എവിടെ തിരിഞ്ഞാലും ആ വാക്കും ആ കാറും നിങ്ങൾ കാണുന്നു. ഇത് തികച്ചും യാദൃശ്ചികമായ ഒരു കാര്യമല്ല. ഇത് നിങ്ങളുടെ തലച്ചോറിന്റെ കൗതുകകരമായ ഒരു പ്രവർത്തനമാണ്. ഹായ് ഗൈസ്, ഐ ആം ഡോക്ടർ വാണി. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളോട് ഒരു പുതിയ വാക്കിനെ പറ്റി പറയാനാണ്. അതാണ് ബാഡർ മെയിൻഹോഫ് ഫിനോമിനൻ. അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ജർമ്മൻ തീവ്രവാദ സംഘത്തിന്റെ പേര് ഇന്ന് മനഃശാസ്ത്രത്തിലെ ഒരു പ്രശസ്ത പ്രതിഭാസത്തിന്റെ പേരായി മാറിയിരിക്കുന്നു. നിങ്ങൾ ഒരു പുതിയ വാക്ക് കേൾക്കുന്നു. അടുത്ത ദിവസം അത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും വാർത്തകളിലും സുഹൃത്തുക്കളുടെ സംഭാഷണങ്ങളിലും എല്ലായിടത്തും കാണാൻ തുടങ്ങുന്നു. ഇതാണ് ബാഡർ മെയിൻഹോഫ് ഫിനോമിനൻ. പക്ഷേ ഈ വിചിത്രമായ പേര് എവിടെ നിന്നാണ് വന്നത്? 1970കളിൽ പശ്ചിമ ജർമ്മനിയിൽ ബാഡർ മെയിൻഹോഫ് ഗ്യാങ് അഥവാ റെഡ് ആർമി ഫാക്ഷൻ എന്നൊരു തീവ്രവാദ സംഘടനയുണ്ടായിരുന്നു. 1994ൽ അമേരിക്കയിലെ സെന്റ് പോൾ പയനിയർ പ്രസ് എന്ന പത്രത്തിന് ടെറി മുള്ളൻ എന്ന വായനക്കാരൻ ഒരു കത്തെഴുതി. ഒരു ദിവസം അദ്ദേഹം ബാഡർ മെയിൻഹോഫ് ഗ്യാങ് എന്ന പേര് കേട്ടു. പിറ്റേന്ന് അതേ പേര് വീണ്ടും വാർത്തയിൽ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇന്നലെ വരെ കേട്ടിട്ടില്ലാത്ത പേര് ഇന്ന് എല്ലായിടത്തും കാണുന്നുവല്ലോ. ഈ അനുഭവം അദ്ദേഹം പത്രത്തിൽ പങ്കുവച്ചു. അതിനുശേഷം നിരവധി വായനക്കാർക്കും ഇതേ അനുഭവം ഉണ്ടായതായി കത്തുകൾ വന്നു. അങ്ങനെ ഈ അനുഭവത്തിന് ബാഡർ മെയിൻഹോഫ് ഫിനോമിനൻ എന്ന പേര് പ്രചാരത്തിലായി. ശേഷം ഭാഷാശാസ്ത്രജ്ഞനായ അർണോൾഡ് സ്വിക്കി ഈ പ്രതിഭാസത്തെ കൂടുതൽ ശാസ്ത്രീയമായി ഫ്രീക്വൻസി ഇല്യൂഷൻ എന്ന് വിളിച്ചു. ഇതിനു പിന്നിൽ രണ്ട് പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന് സെലക്റ്റീവ് അറ്റൻഷൻ, രണ്ട് കൺഫർമേഷൻ ബയാസ്. അതായത് ലോകം മാറിയതല്ല, മാറിയത് നിങ്ങളുടെ ശ്രദ്ധയാണ്. നിങ്ങൾ 11:11 മാത്രം വീണ്ടും വീണ്ടും കാണാറില്ലേ? ഇതിനു പിന്നിലും ഇതേ കാരണം തന്നെ. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ബാഡർ മെയിൻഹോഫ് ഫിനോമിനൻ എന്ന പേരിൽ ഈ ആശയമില്ല. എന്നാൽ മനസ്സ്, ബുദ്ധി, ഏകാഗ്രത എന്നിവയ്ക്ക് ആയുർവേദം വലിയ പ്രാധാന്യം നൽകുന്നു. നമ്മുടെ ശ്രദ്ധ ഏത് കാര്യത്തിലാണ് കേന്ദ്രീകരിക്കുന്നത് അത് കൂടുതൽ അനുഭവപ്പെടുന്നു എന്ന ആശയത്തിൽ ആധുനിക മനഃശാസ്ത്രവും ആയുർവേദവും തമ്മിൽ ചില സാമ്യങ്ങൾ കാണാം. തലച്ചോറിന്റെ അത്ഭുതകരമായ പ്രവർത്തനം നിങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ടോ? കമന്റിൽ പറയൂ. അപ്പോൾ എനിക്കൊരു ലൈക്ക് തന്ന ഇത് ഷെയർ ചെയ്തിട്ട് എല്ലാവരും പോകാവേ. ബൈ ബൈ.